Hi dears and welcome back to our channel. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്മോക്ക് ടോപ്പ് എങ്ങനെ ചെയ്തിട്ടെടുക്കാമെന്നാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിവിടെ എക്സ്ട്രാ സ്മോൾ എൻ്റെ സൈസിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഞാൻ എക്സ്ട്രാ സ്മോൾ ആണ്. അപ്പോൾ ആ ഒരു അളവാട്ടോ ഇവിടെ കാണിക്കുന്നത്. എനിക്കിത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 1 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി 2 സ്ക്വയർ ഷേപ്പുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിട്ട് 23 ഇഞ്ചസ് ആണ്, 23 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ താഴത്തോട്ട് ലെങ്ത്ത് 13 ഇഞ്ചാണ്, 13 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനൊന്ന് മടക്കി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ആം ഹോളൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീതി ഇത് ഒരു കോർണറിൽ വീതി ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴത്തോട്ടുള്ള ലെങ്ത് ആയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആം ഹോളിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കേവായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ടോപ്പ് പോർഷൻ്റെ മുകൾ വശത്തും താഴെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭയങ്കര ചെറുതായിട്ടൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. താഴെയും മേലെയും ചെയ്തിട്ടെടുക്കാം. 2 വശത്തിൻ്റെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരുപോലെ ചെയ്തിട്ടെടുത്തിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് വശവും ഫ്രണ്ട് വശവും ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഷിർഡ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മേലെന്ന് മുതൽ താഴെ വരെ 1 ഇഞ്ച് ഇങ്ങനെ മാർക്കിട്ട് പോകണം. നമുക്കിത് ലൈൻസ് വരച്ചെടുക്കണം. ഞാനിവിടെ സ്കെയിൽ വെച്ചിട്ടാണ് ലൈൻ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അങ്ങനെ വരച്ചെടുക്കുന്നില്ല. മാർക്കറോട് ഇങ്ങനെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര അതിൻ്റെ കളർ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് ആ ലൈൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ ലൈൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ക്ലോത്ത് മൊത്തം നമ്മൾ ലൈൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ വശം കൂടെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് 2 വശവും ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ത്രെഡ് വേണം. അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നോർമലായിട്ട് എല്ലാ കടകളിലും കിട്ടും. എല്ലാ ബട്ടൺ ഹൗസ് പോലത്തെ എല്ലാ കടകളിലും നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ ബോബിനിൽ ചുറ്റിയിട്ടെടുക്കുക ചെയ്യുന്നത്. നമ്മൾ നൂലല്ല യൂസ് ചെയ്യുന്നത്, ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിത് ബോബിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വലിഞ്ഞ് ചുറ്റരുത്, പതിയെ സാവധാനം ചുറ്റിയിട്ടെടുക്കണം. നമ്മളിത് വലിച്ച് ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അതുകൊണ്ട് പതിയെ പതിയെ ഇങ്ങനെ ഇതിൻ്റെ അതേ ലെങ്ത്തിനനുസരിച്ച് ഇങ്ങനെ ചുറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഒരിക്കലും ബോബിനിൽ മൊത്തമായിട്ട് ചുറ്റിയെടുക്കരുത്. അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതുവരെ മാത്രം ചുറ്റിയെടുക്കാവൂ. അപ്പോൾ ഞാനിതിവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേസിലിട്ട് കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് ത്രെഡ് എങ്ങനെയാണോ കേസിലിട്ട് കൊടുക്കുക, അതേപോലെ ഇത് ബോബിൻ കേസിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബോബിൻ കേസിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്. ഇനി അത് പതിയെ പുറത്തോട്ട് എടുക്കുക. ഇലാസ്റ്റിക് മാത്രം ഇങ്ങനെ ഒന്ന് നീഡിൽ താഴ്ത്തിയിട്ട് ഒന്ന് വലിച്ചിട്ട് ഇലാസ്റ്റിക് ഒന്ന് പുറത്തോട്ട് എടുക്കുക, നമ്മൾ നോർമലായി ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇലാസ്റ്റിക് പുറത്തോട്ട് എടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടിടാൻ മറക്കരുത്. കെട്ടിയിട്ടില്ലെങ്കിൽ ഇലാസ്റ്റിക് തനിയെ അത് വലിഞ്ഞിട്ട് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കെട്ടിട്ടതിന് ശേഷം സ്റ്റിച്ചിങ് ചെയ്യുക. തുടക്കത്തിലും കെട്ടിടണം, അതേപോലെ അവസാനിക്കുമ്പോഴും കെട്ടിടണം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്.
കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ലൂസായിട്ട് അത് വിട്ടു പോരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമുക്ക് വേണ്ട ഷേപ്പ്, ഡ്രസ്സിൻ്റെ ലാം ഹോൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലൈൻ ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ ഓരോ ലൈനിലൂടെ നമ്മൾ ഇങ്ങനെ ഈ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുതന്നെ ഇങ്ങനെ ഡോട്ട് ഡോട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത്, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. കാരണം ഇതങ്ങ് ചുരുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ലൈനായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡോട്ട് ഡോട്ടിട്ട് മാർക്ക് ചെയ്ത് തന്നെ കൊടുത്തത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ആ ലൈന് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതൊരു അഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഇത് മൊത്തം നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ ഫ്രണ്ടും ബാക്കും നമ്മളിത് ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഷേപ്പായിട്ട് തോന്നില്ല. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തത്, നമ്മളെങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ കിട്ടും. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ക്വയർ ഷേപ്പുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിട്ട് 20 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വന്നിട്ട് എടുത്തിരിക്കുന്നത്. അതേപോലത്തെ താഴത്തോട്ടുള്ള ലെങ്ത്ത് 12.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ രണ്ടാക്കിയതും മടക്കി വെച്ചു. അപ്പോൾ 2 ക്ലോത്ത് ഉണ്ട്. ഇനി ഇതിന് ഏറ്റവും മുകളിലായിട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി താഴോട്ട് ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുക. നമ്മൾ ആകെ 12.5 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ മേലെ 1 ഇഞ്ചും താഴെ 1 ഇഞ്ചായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മളിത് ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കേവായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി ഡൗൺ വിഡ്ത്തായിട്ടൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് ഇതേ ആം ഹോളിൻ്റെ അവിടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോർഷൻ കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മുകളിലും താഴെയും ആയിട്ട് ഒരു 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തു. ആ 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നമുക്കവിടെ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴെയും മേലെയും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവും നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, താഴെയും മേലെയും. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ടെടുക്കണം. നമ്മൾ ഷോൾഡറിൻ്റെ പോർഷൻ ആദ്യം ഇലാസ്റ്റിക് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ 8 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 4 ഇഞ്ച് വീതിയുടെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഹോളിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ലീവ് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവിൻ്റെ ഷോൾഡറിൽ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവ്സ് നമുക്ക് ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആം ഹോളുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ആം ഹോൾ മാത്രം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചുകൊണ്ട് കുറച്ച് ചുരുണ്ടാവും ഇരിക്കുക. അന്നേരം അത് നിവർത്തിയിട്ട് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യം പിൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, കറക്റ്റ് എങ്ങനെയാണ് വരിക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നിവർത്തി വയ്ക്കുമ്പോൾ അതേ ഇങ്ങനെയായിരിക്കും. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ ആം ഹോളിൻ്റെ അവിടെ. ഇതേ ഇനി നമുക്ക് ഈ പിൻ ചെയ്ത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇവിടെ പിൻ ചെയ്യുന്നില്ല. ഇത് ചേർത്ത് വയ്ക്കുക, ആം ഹോൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 4 വശവും നമുക്ക് ഫ്രണ്ടും ബാക്കും അങ്ങനെ 4 വശം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തു. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ എഡ്ജ് വശത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 9 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്, ലെങ്ത്തായിട്ട് 9 ഇഞ്ച്. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ 2 സ്ലീവ്സിലും ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ലീവിൻ്റെ ഒരു എഡ്ജിൽ നിന്ന് മുതൽ തുടങ്ങി ടോപ്പിൻ്റെ ഒരു എഡ്ജ് വരെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സൈഡ്സ് സ്റ്റിച്ച് ചെയ്തു. ഇതേ നമ്മുടെ ടോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ്. കാണുമ്പോൾ കുറച്ചൊരു പ്രയാസം തോന്നുമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഏത് മെഷീനിലും ചെയ്തിട്ടെടുക്കാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ പറഞ്ഞറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ.